ഞാൻ അന്ന് അവിടെ ചെല്ലുമ്പം ലളിത ചേച്ചിയാ നായിക. ഇപ്പൊ ലളിത ചേച്ചിയായിരുന്നു എന്നെ കൊണ്ടുനടന്നിരുന്നതും ഒക്കെ. അങ്ങനെ അഭിനയിച്ചുകൊണ്ടിരുന്ന കാലത്താണ് ഇവരിങ്ങനെ മദ്രാസിലോട്ട് വിളിക്കുന്നത്. അപ്പം എനിക്ക് സിനിമ താല്പര്യമില്ലായിരുന്നു. പിന്നെ അമ്മയൊക്കെ നിർബന്ധിച്ച കാരണം പിന്നെ എന്നാ പോയി നോക്കാം. കംഫർട്ടബിൾ എന്ന് പറഞ്ഞാൽ ഇതിപ്പം സിനിമയാണ്. കാരണം പണ്ടത്തെ പോലെ മേക്കപ്പ് വേണ്ട, നമുക്ക് ഒരുപാട് റിലാക്സ് ചെയ്ത് അഭിനയിക്കാം. ഒരു ദിവസം 2 സീനൊക്കെ ഉള്ളൂ. സീരിയൽ എന്ന് പറഞ്ഞ ഒരു ദിവസം 10 സീന. പിന്നെ കയ്യിൽ നിന്ന് ഡ്രസ്സ് വാങ്ങിക്കണം. ഇത് പൊതുജനം അറിയുന്നില്ലല്ലോ. അവരുടെയൊക്കെ വിചാരം എന്താ പറയുക, പ്രൊഡ്യൂസർ വാങ്ങിച്ചതായിരിക്കും. സീരിയലിലെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ആ കഥാപാത്രത്തിന് വേണ്ടി സ്വന്തമായി വസ്ത്രങ്ങൾ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. ഞാൻ അമ്മയുടെ മരുമകളായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. അറിയാമല്ലോ. അതെ, ഞാനും ഉണ്ടായിരുന്നിട്ടുണ്ടോ? അയ്യോ, എന്തൊക്കെ കഥകൾ പറഞ്ഞിരുന്നറിയോ? 10 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു 100 കഥ പറഞ്ഞിരുന്നു. അന്ന് പണ്ട് എന്റെ സിനിമ കണ്ടിരുന്ന പലരും ഇപ്പൊ പറഞ്ഞില്ലേ, അമ്മയുടെ കാര്യം പറഞ്ഞില്ലേ, അമ്മ കാണുമായിരുന്നു. ആ അമ്മമാര് തന്നെ എന്റെ സീരിയൽ ഇപ്പൊ കണ്ടോണ്ടിരിക്കുക. അപ്പൊ ഞാൻ എവിടെ ചെന്നാലും കുറെ ആൾക്കാർ നമ്മളെ സ്നേഹിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. സിനിമയുടെ പുറത്തുള്ള ആരാധകരല്ലാതെ സിനിമയ്ക്കുള്ളിൽ അമ്മയ്ക്ക് ഒരുപാട് ആരാധകരുണ്ടായതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. സിനിമയ്ക്കുള്ളിൽ ഒരു പ്രേമ അല്ല, കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ജയന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ജയൻ ഒരുപാട് ബോഡി ഭയങ്കരമായിട്ട് സൂക്ഷിക്കുന്ന ഒരാളാണ്. എക്സസൈസ് ചെയ്യും. പ്രേം നസീർ എന്ന് പറയുന്ന വ്യക്തി എന്നും ഒരുപോലെ ഇരിക്കുന്നത്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ അതേ സമയത്ത് വേറെ ലാംഗ്വേജിലൊക്കെ ഇങ്ങനെയല്ല. ബാസിയേട്ടനും ആരെങ്കിലും കൊണ്ട് എഴുതിക്കും കോമഡി ട്രാക്ക്. അദ്ദേഹത്തിനോട് എത്ര സിനിമ ചെയ്തിട്ടുണ്ട്? ഞാനൊരു 10-100 സിനിമ ചെയ്തു. ഹാർവിയോറ, ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. വെൽക്കം ടു ഗെറ്റ് സെറ്റ് ടോക്ക് വിത്ത് സൗമ്യ. ഇന്ന് എന്നോടൊപ്പം അതിഥിയായി എത്തിയിരിക്കുന്നത് ശ്രീമതി ശ്രീലത നമ്പൂതിരി. വലിയ ഇൻട്രൊഡക്ഷൻ്റെ ഒരു ആവശ്യമില്ല, കാരണം അമ്മയുടെ പ്രൊഫൈല് തന്നെയാണ് ഏറ്റവും വലിയ ഇൻട്രൊഡക്ഷൻ. ഇത്രയും വർഷത്തെ സിനിമയിലെ എക്സ്പീരിയൻസ്, നല്ലൊരു ഗായിക, ക്ലാസിക്കൽ സിംഗറാണ്. ഇപ്പോഴും ആക്റ്റീവായിട്ട് പ്രൊഫഷനിൽ കണ്ടിന്യൂ ചെയ്യുന്ന ഏറ്റവും സീനിയർ മോസ്റ്റ് ആക്ട്രസ് എന്ന് തന്നെ പറയാമല്ലേ മലയാള സിനിമയിലെ ഇപ്പോൾ ഉള്ളതിൽ? അല്ല, ഷീല. ഷീല പിന്നെ ടി.ആർ. റോമന ഇറങ്ങുന്നു. ഏറ്റവും എന്നാലും ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇരിക്കുന്നത്. അതായത് മലയാള സിനിമയിൽ ഉണ്ടായിരിക്കുന്ന ഓരോ ജനറേഷൻ കഴിയുന്തോറുള്ള മാറ്റങ്ങൾ നേരിട്ട് കണ്ട് അനുഭവിച്ച ഒരാൾ. ആ മാറ്റം മലയാള സിനിമ ഇന്ന് എത്തി നിൽക്കുന്നത് ഭയങ്കര പ്രൗഡായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ്. എന്നും നല്ല സിനിമകൾക്ക് പേര് കേട്ടതാണ് മലയാളം സിനിമ. പക്ഷെ നമ്മുടെ ഇന്ത്യയിലെ എല്ലാ ഭാഷക്കാരും ഒരുപോലെ പറയുന്ന ഒരു സമയം എത്തിയിരിക്കുകയാണ്, മലയാളം സിനിമ ഇസ് ബെസ്റ്റ് എന്ന്. അപ്പൊ ആ ഒരു ഇതിൽ തന്നെ നമുക്ക് തുടങ്ങാം. അമ്മ എന്ത് തോന്നുന്നു? അല്ല, സത്യമാണ്. നമ്മളൊക്കെ അഭിനയിച്ചുകൊണ്ടിരുന്ന കാലത്തിനെക്കാട്ടി ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എല്ലാ മേഖലയിലും. ടെക്നിക്കൽ സൈഡാണെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ. അന്നൊക്കെ എന്ന് വെച്ചാൽ ഒരു 15 ദിവസം കൊണ്ട് സിനിമ തീരുമല്ലേ, അത്രേ ഉള്ളൂ. ഇന്ന് സത്യം പറഞ്ഞാൽ ഇന്നത്തെ സീരിയലിൻ്റെ രീതിയാണ് അന്നത്തെ സിനിമ. ഫുഡും ഒക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷേ അന്ന് അതും മതിയായിരുന്നു. കാരണം ആൾക്കാർക്ക് സിനിമയോ അല്ലെങ്കിൽ ഈ വലിയ ഗാനമേളകൾ അങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒന്നുമില്ല. പിന്നെ നാടകം, ഇതായിരുന്നു ഒരു എൻ്റർടൈൻമെൻ്റ് എന്ന് പറഞ്ഞാൽ അതായിരുന്നു. അപ്പം സിനിമ അന്ന് എങ്ങനെ എടുത്താലും ജനങ്ങൾ കാണും. കാരണം പുതിയ രീതികളൊന്നും വന്നിട്ടില്ല. പിന്നെ എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരുന്നു. കളറൊക്കെ ഇടയ്ക്കിടയ്ക്ക് കളറ് വന്ന് തുടങ്ങിയിരുന്നു അന്ന്. പിന്നെ ഇപ്പോൾ കളറൊക്കെ ആയപ്പോൾ ഏറ്റവും കൂടുതൽ ഞാൻ സിനിമകൾ കാണുമ്പോൾ എനിക്ക് തോന്നിയിരിക്കുന്നത്, ഈ ഔട്ട്ഡോറൊക്കെ പോയിട്ട് ഈ മൂന്നാറൊക്കെ ഷൂട്ട് ചെയ്യത്തില്ലേ, ക്യാമറ വർക്ക്. സത്യം പറഞ്ഞാൽ അത് ഒരു വൈഡിലൊക്കെ കാണുമ്പോൾ നമ്മൾ അവിടെ നിൽക്കുന്ന പോലെ തോന്നുക. അതൊരു ഭയങ്കര ഇതാണ്. ക്യാമറ വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു സിനിമയ്ക്ക് ഒരു ഭയങ്കര ഒരു ഇതാണ്. അത് നമുക്ക് ഈ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ ഞാൻ തന്നെ വിചാരിച്ചോണ്ട് ഈശ്വര അവിടെ ഒന്ന് പോയിരുന്നില്ല, അങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പം എല്ലാം അതെ. പിന്നെ മേക്കപ്പിൻ്റെ കാര്യമായാലും പിന്നെ കളറൊക്കെ ആയപ്പോൾ മേക്കപ്പ് ഒന്നും വലുതായിട്ട് വേണ്ട. പണ്ടങ്ങനെയല്ലേ, ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരുപാട് അടിച്ചു കയറ്റുമായിരുന്നു. അതെന്താന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അങ്ങനെ വേണമെന്നാ. അതെ അതെ, ഭയങ്കര ഹെവി ആയിട്ട്. പക്ഷെ ഇപ്പൊ ലൈറ്റ് ആയിട്ട് അതൊക്കെ നോ മേക്കപ്പ് ലുക്കിലൊക്കെ വരാൻ തുടങ്ങി. അതൊക്കെ മതി, കുറെ കൂടെ റിയാലിറ്റിയിലേക്ക് എത്തി. ഈ ഔട്ട്ഡോർ എന്നൊക്കെ പറഞ്ഞില്ല, അന്നത്തെ കാലത്ത് കൂടുതലും ഈ ഏതെങ്കിലും ഒരു സ്റ്റുഡിയോയുടെ സെറ്റിനകത്തൊക്കെ തന്നെയായിരുന്നു അല്ലേ? ചെന്നൈയിലായിരുന്നു. കാരണം തമിഴും തെലുങ്കും കന്നഡവും ഹിന്ദി എല്ലാം ചെന്നൈയിലുണ്ടായിരുന്നു ഷൂട്ടിങ്. അപ്പം ഒരുപാട് സ്റ്റുഡിയോസ് ഉണ്ടായിരുന്നു. അതെല്ലാം സെറ്റിടുക, വീടും വലിയ വലിയ മാളികളും. അതിൻ്റെ രസം എന്ന് വെച്ചാൽ വലിയ വലിയ സെറ്റൊക്കെ ഹിന്ദി സിനിമയിലൊക്കെ വരുമല്ലോ, വലിയ മാളികളൊക്കെ ആയിട്ട്.
അപ്പം നമ്മൾ ഈ മലയാളത്തിൽ ഇത്ര പൈസ വെച്ചാൽ ചെറിയ ഇതല്ലേ. അപ്പം അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ രാത്രിയിൽ 9 മണി കഴിഞ്ഞാൽ പിന്നെ ഇത് ഫ്രീയാണ്. ആഹാ. അപ്പം ഞങ്ങൾ ചിലപ്പോൾ പിന്നെ 10 to 2 വർക്ക് ചെയ്യും രാത്രിത്തെ രാത്രിയിൽ, വലിയ മാളികയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അങ്ങനെയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു എന്താ പറയാ സെറ്റിനകത്തിരുന്ന ജോലി എന്ന് പറയുന്നത് ഈ ഓഫീസിൽ പോയി വരും പോലെ തന്നെ അല്ലായിരുന്നോ? അപ്പൊ നമ്മള് ഇന്നത്തെ കാലത്ത് സിനിമ എന്ന് പറയുന്നത് ലൊക്കേഷൻ ഷിഫ്റ്റ് ചെയ്യുന്നു, ദിവസവും പല സ്ഥലങ്ങളിൽ പോകുന്നു, അത് കഴിഞ്ഞിട്ട് ഒരു ഷെഡ്യൂൾ കഴിഞ്ഞാൽ അടുത്ത രാജ്യത്തിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ വേറൊരു ജില്ലയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്ത് പോകുന്നു. പക്ഷെ അന്ന് വേറെ ഒരു ഗുണമെന്ന് വെച്ചാൽ ലൈവാ സിംഗ് സൗണ്ട്. സിംഗ് സൗണ്ട്. അപ്പം നമ്മളെ ഒരു 5:30 മണിക്ക് നമ്മളെ വീട്ടിൽ നിന്നൊക്കെ കൊണ്ടുവന്ന് ഏകദേശം ഒരു 7 to 1 എന്ന് പറയുന്ന ഓരോ കാൾ ഷീറ്റ്, ആ 2 to 9 വേറൊരു കാൾ ഷീറ്റ്. അപ്പം നമുക്ക് ആ 7 മണിക്ക് തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ കുറേ മേക്കപ്പ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഡയലോഗൊക്കെ പഠിപ്പിക്കും നമ്മളെ. സീൻസ് പെട്ടെന്നാണല്ലോ അത്. 2 ട്രോളി ഷോട്ട് എടുത്ത് 2 ക്ലോസപ്പ് എടുത്ത് ആ സീൻ തീർന്നു. പെട്ടെന്ന് തീർക്കും. സിംഗ് ഇതല്ലേ. പക്ഷെ അന്ന് ഈ പറഞ്ഞ പോലെ നമ്മള് ടെക്നോളജി കൂടുന്ന അനുസരിച്ചിട്ട് കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമാവും, പെട്ടെന്ന് തീരും എന്ന് പറയുന്നേക്കാളും അന്ന് ഒരു ടെക്നോളജി ഇല്ലാതിരുന്ന കാലത്ത് സിനിമ 15 ദിവസത്തിൽ തീരുന്നു എന്ന് പറഞ്ഞ അത്ഭുതമല്ലേ. അത്ഭുത. പിന്നെ വേറൊരു കാര്യം, ഡബിൾ റോളൊക്കെ അന്നേ ഉണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റിലും. അത് അന്നത്തെ കാലത്ത്. ഇന്ന് കുറച്ചുകൂടെ ഒക്കെ മാറ്റങ്ങൾ വന്നപ്പോൾ ഇന്ന് എളുപ്പമായിരിക്കാം. പക്ഷെ അന്നൊന്ന് ആലോചിച്ച് നോക്കി, ഡബിൾ റോൾ അഭിനയിക്കുക, പിന്നെ ഈ ആകാശത്തൊന്ന് യക്ഷി ഇറങ്ങി വരുന്നൊക്കെ കാണിക്കുക, അത് അന്നേ ഉണ്ട്. അതെ, ആ ഒരു അന്നത്തെ ആ ടെക്നിക്കൽ ആ ഒരു ഇത് വെച്ചോണ്ട് അന്നേ ഇതൊക്കെ ചെയ്തിരുന്നു, ലിമിറ്റേഷനുള്ളിൽ നിന്നുകൊണ്ട്. അതെ. അമ്മ ചെയ്തതിൽ ഏറ്റവും എന്താ പറയാ ബുദ്ധിമുട്ടി ചെയ്ത സിനിമ ഏതാണ്? ബുദ്ധിമുട്ടി ചെയ്ത സിനിമ എന്ന് വെച്ചാൽ ഞാൻ കൂടുതലും ബാസിയേട്ടൻ്റെ കൂടെ അഭിനയിച്ചിരുന്നത്. അങ്ങേര് ബുദ്ധിമുട്ടുണ്ടാക്കും. അങ്ങേര് സീൻ എഴുതിയിട്ട് ഒരുമാതിരി എന്തൊക്കെയോ ഈ സ്റ്റണ്ട് ചെയ്യിക്കുക, ഇല്ല മരത്തിൻ്റെ മേളിൽ ചാടാൻ പറയുക, ഇങ്ങനെയൊക്കെ അതൊക്കെ ഉണ്ട്. ഈ ഒരു സീനിൻ്റെ വലയിട്ട് നമ്മളെ പിടിക്കുന്നു, ഇങ്ങനെയൊക്കെ അങ്ങനെയുള്ള സീനൊക്കെ പുള്ളി എഴുതി വെക്കും. അപ്പൊ അദ്ദേഹം ചെയ്തിരുന്ന സിനിമകളിലെ പിന്നെ ആദ്യ കാലത്തൊക്കെ എന്ന് വെച്ചാൽ എനിക്ക് സത്യം പറയാം കോമഡി എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. പിന്നെ അന്നത്തെ കാലത്ത് കോമഡി ചെയ്യാൻ ചെറുപ്പക്കാരില്ലാത്തതുകൊണ്ടാണ്. പക്ഷെ എനിക്ക് നല്ലതായി. കാരണം ഞാൻ ഒരു നായിക മറ്റോ ആയിരുന്നു, 2 or 3 സിനിമ അഭിനയിച്ച് കഴിഞ്ഞ് ചിലപ്പോൾ നിന്ന് പോയാലും അത് ഞാൻ സേഫ് ആയിരുന്നു. മത്സരിക്കാൻ വലുതായിട്ട് ആൾക്കാരില്ലായിരുന്നു. കാരണം എനിക്കൊരു 10-18 വയസ്സേ ഉള്ളൂ. കുറച്ച് പ്രായമായ ആൾക്കാരായിരുന്നു അന്നൊക്കെ കോമഡി അഭിനയിച്ചിരുന്നത്. അതുകൊണ്ട് ഒരുപാട് സിനിമകൾ, പിന്നെ ആദ്യത്തെ ഒരു ബാസിയേട്ടൻ്റെ സിനിമ അഭിനയിക്കാൻ താല്പര്യമില്ലെന്ന് പോകാനിരുന്നു തിരിച്ച്. അപ്പം പിന്നെ കൃഷ്ണൻ നായർ സാറിൻ്റെ ഒരു പടം വന്നപ്പം അതിൽ അഭിനയിച്ചിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ അതിലഭിനയിച്ചുകൊണ്ടിരുന്നപ്പം കുറേ സിനിമകൾ ഇങ്ങനെ വന്നു. പിന്നെ ഞാനൊരു ആ ഒരു കെമിസ്ട്രിയിൽ എത്തിയത് ഒരു 10-15 പടം കഴിഞ്ഞു. അത്രയും സമയം എടുത്തു കഴിഞ്ഞിട്ടാണ്. കാരണം ഇവരൊക്കെ ഈ കയ്യിൽ നിന്നിട്ട് പറഞ്ഞോളും, ടേക്കിൽ റിഹേഴ്സൽ പറയത്തില്ല. അപ്പം നമ്മളതിൻ്റെ മറുപടി പറയണ്ടേ, കൗണ്ടറായിട്ട് നമ്മൾ ബ്ലാങ്ക് ആയിട്ട് ഒരുമാതിരി അതുപോലെ. അതെ, അത് പിന്നെ പഠിച്ചു. അതാണ് ജഗതി ശ്രീകുമാറിൻ്റെ ഒക്കെ ഉള്ള ഒരു വലിയ ഇത് അതാണ്. ആ ടെക്നിക്കിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പെർഫെക്റ്റ് ആയില്ലേ. അതെ. അപ്പം അങ്ങനെയുള്ള ഒരുത്തിക്ക് ഇതൊന്നും അറിയാൻ വയ്യ. അപ്പം പിന്നെ നമ്മളെ എന്തായാലും നമ്മുടെ ജീവിതം ഇനി ഇതൊക്കെ തന്നെ എന്ന് പറഞ്ഞ് അതിൻ്റെ കൂടെ അങ്ങ് പോയി. നമ്മൾ ഇപ്പോഴത്തെ സിനിമകളിൽ എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ സിനിമയുടെ സ്ക്രിപ്റ്റിനോടൊപ്പം തന്നെ അതിലുണ്ടാവുന്ന തമാശകളും സീനുകളും ഒക്കെ അതിനോട് കണക്ട് ചെയ്ത് തന്നെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ടാവും. ഇപ്പം അടൂർഭാസി സാറ് അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റ് മൊത്തം അദ്ദേഹമായി എഴുതിയിരുന്നെന്നുള്ളത് എല്ലാ സിനിമകളിലും അങ്ങനെയായിരുന്നു. അത് മിക്കവാറും. കാരണം എന്താ വെച്ചാല് വലിയ വലിയ എഴുത്തുകാരുടെ കഥകളായിരിക്കും, അതിൽ ചിലപ്പോൾ കോമഡി ട്രാക്കേ ഉണ്ടാകത്തില്ല. ഇത് പണ്ടത്തെ സിനിമകൾ ഇതൊരു സെപ്പറേറ്റ് ട്രാക്ക് ആയിട്ട് തന്നെയാണ് പോവുക അല്ലെ. അതെ അതെ അതെ. കോമഡി ചെയ്യുന്ന സമയത്ത് സിനിമയുടെ ഒറിജിനൽ കഥയുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത രീതിയിലായിരിക്കും ഈ കോമഡി ട്രാക്ക് പോകുന്നത്. അതെ. തിയേറ്ററിൽ എത്തുമ്പോഴാണോ സിനിമയുടെ ശരിക്കുള്ള കഥ മനസ്സിലാവുക? അങ്ങനെയല്ല, നമുക്കറിയാം കഥ എന്താണെന്നുള്ള അറിയാം. പക്ഷെ അതിൽ കോമഡി ഇല്ലാത്ത കാരണം ഒരുപാട് എഴുത്തുകാരുടെ കഥകളൊക്കെ എടുത്തോണ്ട് അതിൽ കോമഡി ഇല്ലല്ലോ. അപ്പൊ എന്തെങ്കിലും ഒരു തമാശ വേണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ബാസിയേട്ടനും ആരെങ്കിലും കൊണ്ട് എഴുതിക്കും കോമഡി ട്രാക്ക്. അദ്ദേഹത്തിനോടൊപ്പം എത്ര സിനിമ ചെയ്തിട്ടുണ്ട്? ഞാനൊരു 10-100 സിനിമ ചെയ്തു. ഞാൻ 68 മുതൽ 80 വരെ അഭിനയിച്ചിട്ടുള്ളൂ. അത് അന്ന് ലാസ്റ്റ് അഭിനയിച്ച പടം കോളിളക്കവ. ഞാൻ അഭിനയം നിർത്തുന്നേ. അപ്പം ഞാൻ ഒരു വർഷം ഏകദേശം 30-35 പടം ഒക്കെ അഭിനയിച്ചിട്ടുണ്ട്. ആ 240 സിനിമ മറ്റും അഭിനയിച്ചു 12 വർഷം കൊണ്ട്. അന്ന് എടുത്ത സിനിമകൾ തന്നെ. അപ്പൊ 80-ൽ നിർത്തിയതിന് ശേഷവും ഞാനിപ്പോ വിക്കിപീഡിയയിലെ ലിസ്റ്റ് ഒക്കെ എടുത്ത് നോക്കിയപ്പോ 80-കളിൽ ഒരുപാട് സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ അതിന് മുന്നേ ഷൂട്ട് ചെയ്ത സിനിമകൾ പിന്നീട് റിലീസ് ആയതാണോ? അതെ, ചില പിന്നെ റിലീസായതാ. കോളിളക്കമാണ് അവസാനമായിട്ട് ചെയ്തത് എന്ന് പറഞ്ഞു. അപ്പൊ ഈ കോളിളക്കം എന്ന സിനിമ മലയാളികൾക്ക് ഒരിക്കലും മറക്കാനാവില്ല, ഒരു ഭീതിയോടെ ഓർക്കുന്ന സിനിമയാണ്. അദ്ദേഹത്തിന്റെ എൻ്റെ ജീവിതത്തിലും എനിക്ക് മറക്കാകത്തില്ല. കാരണം ഞാൻ കല്യാണമൊക്കെ കഴിച്ചു കഴിഞ്ഞ്
ഈ കോളിളക്കം സിനിമയുടെ ലാസ്റ്റ് ഷൂട്ടിംഗ് കഴിഞ്ഞ് അന്ന് രാത്രിയിൽ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടായിട്ട് കുന്നംകുളത്തോട്ട് പോവുക കാറിൽ. ആ. അപ്പോൾ ഈ ഷൂട്ടിംഗ് തീർന്നിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോഴത്തേക്ക് ഈ ഷൂട്ടിംഗ് തീർന്ന് പിന്നെ സെറ്റിൽ ഒരു സന്തോഷമായിട്ട് എല്ലാവരും അങ്ങനെയൊക്കെ ആയിരുന്നു വെച്ചിരുന്നത്. അപ്പോഴാണ് അറിയുന്നത് ഇങ്ങനെ ഒരു ആക്സിഡൻറ്റ് നടന്നു വന്നു. പിന്നെ അത് വലിയ വിഷമം. പിന്നെ അത് ഷൂട്ട് ചെയ്തില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ മാലയിട്ട് എന്തോ ഫോട്ടോ വെച്ചൊക്കെ അങ്ങനെ അവസാനിപ്പിച്ചു. പക്ഷേ ഞാൻ ഈ കുന്നംകുളം വരെ എത്തുന്നവരെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ജീവിതത്തിൽ ഈ മറക്കാൻ വയ്യാത്ത ഒരു രാത്രി എന്ന് പറയുന്നത് അന്നായിരുന്നു. സത്യം ഒരുപാട് വിഷമിച്ചിരുന്നു. ഇന്നത്തെ സിനിമ എന്താ പറയാ, സിനിമ കാണുന്ന യങ്സ്റ്റേഴ്സ് ഒക്കെ ആരാധിക്കുന്ന പോലെ എൻ്റെ അമ്മ ഏറ്റവും കൂടുതൽ ആരാധിച്ചിരുന്ന വ്യക്തി, ഞാൻ ജനിക്കുമ്പോൾ എൻ്റെ വീട്ടില് വലിയൊരു ആൽബം നിറച്ചും ഇദ്ദേഹത്തിന്റെ ഫോട്ടോസ് ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചിരുന്നത് നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാരുടെ ഫോട്ടോന്റെ കൂട്ടത്തിലാണല്ലോ ഇതിരിക്കുന്നത്. പിന്നെ കുറച്ചുകൂടെ അറിവായ പ്രായത്തിലാണ് മനസ്സിലായത് ഇത് ജയൻ എന്ന് പറയുന്ന മഹാനടന്റെ ഫോട്ടോ ആണ്, അദ്ദേഹം മരിച്ചുപോയി എന്നുള്ള കാര്യം അമ്മ എപ്പോഴും പറയും. വാദോരാതെ അമ്മയുടെ നിന്ന് കേട്ടിട്ടാണ്. അപ്പൊ അന്നത്തെ കാലത്ത് ഈ അദ്ദേഹത്തിന്റെ ഈ ആരാധികമാരെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടോ? നേരിട്ട് കണ്ടിട്ടുണ്ടാവില്ല അങ്ങനെ ആരാധികമാരെയൊക്കെ? ആരാധികമാർ ഏതെങ്കിലും ഔട്ട്ഡോർ ഷൂട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ ഒരുപാട് പേര് വരും. ജയൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ജയൻ ഒരുപാട് ബോഡി ഭയങ്കരമായിട്ട് സൂക്ഷിക്കുന്ന ഒരാളാണ്. എക്സസൈസ് ചെയ്യും. പിന്നെ അന്നത്തെ കാലത്ത് ഈ ജനങ്ങൾ ഇഷ്ടപ്പെടാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മലയാള സിനിമയിൽ ഈ വലിയ ശരീരം സൂക്ഷിക്കുന്നവരല്ല. പിന്നെ പ്രേം നസീർ എന്ന് പറയുന്ന വ്യക്തി എന്നും ഒരുപോലെ ഇരിക്കുന്നത്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ അതേസമയത്ത് വേറെ ലാംഗ്വേജിലൊക്കെ ഇങ്ങനെയല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ മലയാള സിനിമയിൽ നല്ല ഒരു ഭംഗിയുള്ള ശരീരം ഒക്കെ ഉള്ള ഒരാൾ വന്നപ്പോൾ ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ പുള്ളിയെ സംബന്ധിച്ച പുള്ളിയുടെ സ്വഭാവം ആരെയും വെറുപ്പിക്കില്ല, കണക്ക് പറഞ്ഞ് കാശും വാങ്ങിക്കത്തില്ല. ഇല്ല, പുള്ളിക്ക് കുറേ സിനിമ അഭിനയിക്കണം. നമ്മളൊക്കെ അഭിനയിച്ചുകൊണ്ടിരുന്ന കാലത്ത് പുള്ളി ഒരു സെറ്റ് വരുമായിരുന്നു, എനിക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ട് നിങ്ങളൊക്കെ പറയണേ എന്നൊക്കെ പറഞ്ഞ് ആദ്യമൊക്കെ ചെറിയ ചെറിയ വേഷങ്ങളിൽ വന്ന് അങ്ങനെ പെരുമാറ്റമാണ് അദ്ദേഹത്തിന് ഒരു വലിയ ഇതാക്കിയത്. എല്ലാവരും ഞങ്ങൾ ഉദയ സ്റ്റുഡിയോയിലൊക്കെ ഞങ്ങൾ അഭിനയിക്കുമ്പോൾ ഞങ്ങളുടെ ബോഡി ഗാർഡായിട്ട് വരിക സിനിമയ്ക്ക് പോകാൻ. അങ്ങനെയൊക്കെ വളരെ വളരെ സ്നേഹമുള്ള ഒരു വ്യക്തിയാണ്. ഈ അന്നത്തെ കാലത്ത് ഇന്ന് പോലും സിനിമ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ സിനിമയിലേക്ക് വരികയാണ് അല്ലെങ്കിൽ സിനിമയിലേക്ക് പോവാണെന്ന് പറയുമ്പോൾ പെൺകുട്ടികളുടെ ഭാഗത്ത് അല്ലെങ്കിൽ ആൺകുട്ടികളും ആയിക്കോട്ടെ പെട്ടെന്ന് വീട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഒരു ഭയങ്കര എതിർപ്പ് വരാറുണ്ട്. ഒരു പരിധി വരെ മാറിയെന്ന് പറയാം ഇന്നത്തെ കാലത്ത്. എങ്കിലും ഒരു സ്ഥിരതയുള്ള ജോലിയുള്ള സേഫ് ആയിട്ടുള്ള സ്ഥലമല്ല എന്നൊക്കെയുള്ളൊരു പേടി പൊതുവേ നാട്ടുകാർക്കിടയിലുണ്ട്. ഇത് അന്നത്തെ കാലത്ത് ഭയങ്കരമായൊരു സിറ്റുവേഷനിൽ നിന്ന് ഇരിക്കുമ്പോഴായിരിക്കുമല്ലോ നമുക്ക് സിനിമയിലേക്ക് വരുന്നത്. അങ്ങനെ പേടിക്കാനുള്ള ഒരു സ്ഥലം തന്നെയാണോ ഈ സിനിമ എന്ന് പറയുന്നത്? പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലുമില്ല. അന്നത്തെ എന്ന് വെച്ചാൽ ഒരുപാട് പിന്നെ ആർട്ടിസ്റ്റുകളില്ല, ഒരു 50 പേരേ ഉള്ളൂ. അത് ആ 50 പേര് മസ്റ്റാണ്. ഇന്ന് മസ്റ്റല്ല, ഇന്ന് ഒരുപാട് പേരുണ്ട്. അപ്പം മസ്റ്റാണ്, ഞങ്ങൾ മസ്റ്റാണ്. അപ്പം അങ്ങനെ നമ്മുടെ വേറൊരു രീതിയിലുള്ള ഒരു ഇത് വരത്തില്ല. മനസ്സിലായില്ലേ? നമ്മളെ ആവശ്യമാണ്. ഒരുപാട് പേര് വരുന്നില്ലല്ലോ, പിണക്കില്ല. അതാണ് ഈ സിനിമയുടെ ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ ഇന്ന് സോഫിസ്റ്റിക്കേഷൻ ഒരുപാട് വന്നു. നമുക്ക് ഒരുപാട് എന്താ പറയുക ഫെസിലിറ്റീസ് ഉണ്ട്. ഒരു നമ്മൾ എവിടെയെങ്കിലും പുറത്ത് പോകുമ്പോൾ വെറുതെ യാത്ര പോകുമ്പോൾ തന്നെ നമുക്ക് അന്നത്തെ കാലത്തൊക്കെ ബുദ്ധിമുട്ടായിരുന്നിട്ടുണ്ട്. പക്ഷെ സിനിമ എന്ന് പറയുമ്പോൾ ഇത്രയും ദിവസം പുറത്ത് മാറി ഇന്ന് ജോലി ചെയ്യുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ അന്ന് എങ്ങനെയായിരുന്നു അതൊക്കെ ഡീൽ ചെയ്തിരുന്നത്? അന്ന് മാറി നിൽക്കും. നമ്മൾ ഔട്ട്ഡോർ മിക്കവാറും ഷൂട്ടിങ് ചെന്നൈ തന്നെയാണ്. നമ്മൾ അവിടെയല്ലേ താമസിക്കുന്നത്. പിന്നെ കേരളത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ കൂടെ ആരെങ്കിലും എൻ്റെ അമ്മയുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സർവൻറ്റോ ആരെങ്കിലും ഉണ്ടാവും സപ്പോർട്ടിന്. പക്ഷെ അതൊരു വലിയ ബുദ്ധിമുട്ടായിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ വേറൊരു കാര്യം, ഒരുപാട് ആരാധകരുണ്ടായിരുന്നു. കാരണം നമ്മളെ ഒക്കെ ചെന്നൈയിലല്ലേ താമസിക്കുന്നത്, എപ്പോഴും നമ്മളിങ്ങനെ കാണുന്നില്ല. അപ്പോൾ ഇപ്പോൾ പ്രേം നസീറും നമ്മളൊക്കെ താമസിക്കുന്ന ഹോട്ടലിൻ്റെ വെളിയിൽ ആൾക്കാർ ക്യൂ നിൽക്കുമായിരുന്നു രാവിലെ കാണാൻ. ഇപ്പം പിന്നെ എല്ലാം ചെന്നൈയിൽ നിന്നൊക്കെ ഇങ്ങോട്ട് മാറി ഇപ്പം കേരളത്തിലായപ്പോൾ പിന്നെ എല്ലാം കണ്ട് ഇപ്പം ആൾക്കാർക്ക് അങ്ങനെ വലിയ ഇതൊന്നുമില്ല. ഏറ്റവും എന്താ പറയുക ഓർത്തിരിക്കുന്ന ഒരിക്കലും മറക്കാനാവാത്ത ഒരു ആരാധകനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു ആരാധകൻ എന്ന് പറഞ്ഞാൽ ശിവാജി ഗണേശൻ. അമ്മ ആരാധിച്ചിരുന്നു? ഞാൻ ആരാധിച്ചിരുന്നു. എന്നെ ആരൊക്കെയോ ആരാധിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്കിഷ്ടമുള്ള ഒരു നടൻ എന്ന് പറഞ്ഞാൽ പിന്നെ അന്ന് ശിവാജി ഗണേശൻ. അതിനൊരു കാര്യം ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ ആദ്യം കാണുന്ന തമിഴ് പടം തില്ലാന മോഹനാമ്പ.
പുള്ളി നാസരം വായിക്കുന്നത് ശരിക്കും ഒരു നാസരം വായിക്കുന്ന ആളാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു ഓവർ ആക്ടിങ് ഇല്ലാത്ത ഒരു ഒരു സിനിമ. അപ്പോൾ എനിക്ക് ഭയങ്കര ആരാധനയായിരുന്നു. അദ്ദേഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്, ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. ഈ കണ്ണും പിരിയുമായിട്ട് നമുക്ക് ഇത്രയും ഭാഗം കാണുമ്പോൾ എന്താണെന്നറിയോ, ഗണപതിയാണെന്ന് തോന്നുന്നു. ഇവിടുന്ന് ഒരു വീതി. ഈ കണ്ണും ഈ പിരിയും കൂടെ ഒരു ഗണപതിയുടെ ഒരു ഇതുണ്ട്. ഞാൻ അങ്ങനെ ആർക്കും കണ്ടില്ല. ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കും. ഇപ്പോഴും ഞാൻ ആ തമിഴ് പഴയ പടങ്ങൾ അദ്ദേഹം അഭിനയിച്ച പാശമലർ എന്നൊക്കെയുള്ള പടങ്ങളൊക്കെ ഞാൻ കാണാറുണ്ട്. എനിക്ക് ഭയങ്കര ആരാധനയായിരുന്നു. പിന്നെ ഹിന്ദിയിലൊക്കെ ധർമ്മേന്ദ്ര, ഹേമമാലിനി, ഇങ്ങനെയൊക്കെ അന്നത്തെ. പിന്നെ അന്നൊക്കെ ഒരുപാട് പേര് ലെറ്റർ അയക്കി വരും നമുക്ക്, പ്രേമാഭ്യർത്ഥനയൊക്കെ ഉണ്ട്. പിന്നെ അത് നമ്മൾ കെയർ ചെയ്യാറില്ല. നേരിട്ട് വന്ന് ഈ പറഞ്ഞ പോലെ രക്തത്തിൽ എഴുതിയ കത്തുകൾ അങ്ങനൊന്നുമില്ല. അങ്ങനെ ആരും മെനക്കെട്ടിട്ടില്ല. പിന്നെ അല്ല, ഈ രക്തത്തിൽ ഒരു കത്തെഴുതിയാൽ ഇതേ രക്തത്തിൽ അങ്ങോട്ട് എഴുതേണ്ടി വരും. ഞാനതിന് മറന്നു. കാരണം എന്ത്, എൻ്റെ പിന്നെ ബ്ലഡ് ഗ്രൂപ്പ് കിട്ടത്തില്ല, എ നെഗറ്റീവാ. അപ്പൊ ഈ രക്തം കളയാനൊക്കത്തില്ല. അങ്ങനെ പാഴാക്കാനില്ല. ഇല്ലില്ല. സിനിമയുടെ പുറത്തുള്ള ആരാധകരല്ലാതെ സിനിമയ്ക്കുള്ളിൽ അമ്മയ്ക്ക് ഒരുപാട് ആരാധകരുണ്ടായതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. സിനിമയ്ക്കുള്ളിൽ പ്രേമ അല്ല, കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഞാനെന്ന് വെച്ചാൽ പിന്നെ അന്നത്തെ നമ്മുടെ ഒരു ജീവിതവും, പിന്നെ എൻ്റെ അമ്മ മ്യൂസിക് ടീച്ചറായിരുന്നു. എനിക്ക് വേണ്ടി അമ്മ ഗവൺമെൻറ് ജോലി വേണ്ടാന്ന് വെച്ചിട്ട് ഞങ്ങൾ 5 പേരാ, 4 സഹോദരന്മാരും ഞാൻ അങ്ങനെ. അപ്പോൾ അതിന് പിന്നെ അങ്ങനെ വന്നപ്പം അതെനിക്കൊരു ഭയങ്കര ദുഃഖം തോന്നി. കാരണം അമ്മയ്ക്ക് ജോലി വേണ്ടാന്ന് വെച്ചു. പിന്നെ അച്ഛൻ മിലിറ്ററിയിലായിരുന്നു. പിന്നെ മിലിറ്ററിയിൽ അച്ഛൻ ഒരുപാട് കുടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അത് കാരണം നമ്മൾ ആ ബന്ധമൊക്കെ വേണ്ടാന്ന് വെച്ചു. അപ്പം നമുക്ക് ഇനിയിപ്പോൾ ജീവിതം എന്ന് പറഞ്ഞാൽ നമ്മുടെ അതെ, ബ്രദേഴ്സിനെയൊക്കെ ഒരു നല്ല നിലയിലാക്കണം. ദൈവാധനം പോലെ ഒരു പെണ്ണിനെ അനിയത്തിയൊന്നും തന്നില്ല, അല്ല അതിനെ കെട്ടിച്ചൊക്കെ വിടണ്ടേ. അത് രക്ഷപ്പെട്ടു. 4 പേര് ഉണ്ടായിരുന്നു. അവരെയൊക്കെ പിന്നീട് ഒരു കരയ്ക്ക് എത്തിച്ചു. ദുബായിൽ ജോലിയൊക്കെ വാങ്ങിച്ചു കൊടുത്തു. പിന്നെ അവരുടെയൊക്കെ കല്യാണം കഴിപ്പിച്ചു. അങ്ങനെ കുറേ ബാധ്യതകൾ ജീവിതത്തിലുണ്ട്. പിന്നെ അപ്പോൾ ഓരോരുത്തർ ചോദിക്കും, നിങ്ങൾക്ക് എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ പിന്നെ ആരെയും പ്രേമിച്ചിട്ടില്ലേ, അത് ചെറിയ പ്രായമായിരുന്നില്ലേ? ഞാൻ പറയാം, അതിനുള്ള സമയമില്ല പ്രേമിക്കാൻ. പ്രേമിക്കുവാണെങ്കിൽ നമ്മൾ കല്യാണം കഴിക്കണം. ചുമ്മാ ഇങ്ങനെ പ്രേമിച്ചിട്ട് എന്താ കാര്യം? അത് സാധിക്കത്തില്ലെന്ന് എനിക്കറിയാം. കാരണം എനിക്ക് കുറേ ബാധ്യതകളുണ്ട് എൻ്റെ ജീവിതത്തിൽ, അതൊക്കെ തീരണ്ടേ. അപ്പം അതുകൊണ്ട് ആ ഭാഗമൊക്കെ മാറ്റി. ഇങ്ങനെ ഈ നമ്മളെ എപ്പോഴും പാഷനാണ് അഭിനയിക്കണം എന്ന് പറയുന്നതും നമ്മൾ ജോലിയാണ് കഷ്ടപ്പെട്ട് നമ്മുടെ കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് സിനിമ കൊണ്ട് നടക്കുന്ന ഒരു വ്യത്യാസമില്ലേ? അപ്പൊ ഈ ഒരു സമയത്ത് ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുമായിരുന്നോ? നമ്മൾ കോൾ ഷീറ്റുകൾ കൊടുക്കാതെ, അല്ലെങ്കിൽ ദിവസവും 2-3 കോൾ ഷീറ്റിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷേ അതൊരു ഹെക്ടിക് ആയിട്ടുള്ളൊരു ലൈഫ് ആയിരുന്നില്ലേ? ആയിരുന്നെങ്കിലും അതിലൊരു സന്തോഷം ഉണ്ടായിരുന്നു. കാരണം അന്നത്തെ ഒരു സിനിമയിലുള്ള ആൾക്കാർക്ക്, കാരണം ഞാൻ പറഞ്ഞില്ല, ഒരു 50 പേരേ ഉള്ളൂ. ഈ 50 പേരെ തന്നെ നമ്മൾ ഇടയ്ക്ക് കണ്ടോണ്ടേയിരിക്കുക. അപ്പം ഒരു സൗഹൃദം എന്ന് പറയുന്നത് ഭയങ്കര, ഇപ്പോഴത്തെ കൂട്ടല്ല, വല്ലപ്പോഴും കാണുകയല്ല, അത് ഭയങ്കര സൗഹൃദമായിരുന്നു. ഒരു ദിവസം കണ്ടില്ലല്ലോ, അയ്യോ കണ്ടില്ലല്ലോ എന്നുള്ളൊരിതുണ്ടായിരുന്നു. പിന്നെ ഒരു കൂട്ടായ്മ. അന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു സാമ്പത്തികമായിട്ടുള്ള അതിനൊരു പ്രാധാന്യമില്ല. പക്ഷേ നമ്മുടെ സ്നേഹബന്ധം അതിനൊരു വലിയ ഇതുണ്ടായിരുന്നു. അതിൽ അന്നത്തെ കാലത്ത് നമ്മളോട് അഭിനയിച്ച ഹീറോകൾ, പിന്നെ പ്രേം നസീറുണ്ട്, മധുസാറ്, അവരെല്ലാം ഞങ്ങളൊരു നായകനാണല്ലോ എന്നുള്ള ആ ഒരു രീതിയല്ല. ആ ചെറിയ വേഷങ്ങൾ അഭിനയിക്കുന്നവരും അവർ വളരെ സ്നേഹത്തോടെ പെരുമാറിയിരുന്നു. ഞങ്ങളെല്ലാം ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, തനിയെ പോയിരിക്കത്തില്ല. അങ്ങനെയൊക്കെ ഒരു ഭയങ്കര അടുപ്പമുണ്ടായിരുന്നു. നടിമാര് തമ്മിലോ? നടിമാര് തമ്മിലും അതെ. കാരണം എന്ന് വെച്ചാൽ പ്രൊഫഷണൽ ജലസി എല്ലാ മേഖലയുണ്ട്, സിനിമ എന്നുള്ളതല്ല, എല്ലാ മേഖലയിലും ഉള്ളൊരു കാര്യമാണ്. പക്ഷെ അത് ഇത്രയും ഈ പുറത്ത് കാണിച്ചിട്ടില്ല, അങ്ങനെയില്ല. ഞാൻ അമ്മയുടെ ഇന്റർവ്യൂലൊക്കെ കേട്ടിട്ടുണ്ട്, ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അമ്മ കോമഡിയിൽ ഇങ്ങനെ ആക്റ്റീവായിട്ട് നിന്നിട്ട് പെട്ടെന്ന് നായികയൊക്കെ ആയ സമയത്ത് ചില മുറുമുറുപ്പുകളൊക്കെ അതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചിലന്ന് വെച്ചാൽ ചില കളിയാക്കലുകളൊക്കെ, അതായത് ഒരു റാണിചന്ദ്ര മരിച്ചതിന് ശേഷം അങ്ങനെ ഒരു ചില 2-3 ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ചിലരൊക്കെ ഇരുന്ന് കളിയാക്കിയിരുന്നു. അപ്പോൾ അപ്പം തന്നെ മറുപടിയും കൊടുക്കും. സ്പോട്ടിൽ കൊടുക്കുന്ന ആളാണ്. കൊടുക്കും. അല്ല, നേരിട്ട് റിയൽ ലൈഫില് ഇപ്പൊ എനിക്കറിയാം ഭയങ്കര സ്പോട്ടിൽ കൗണ്ടർ വരുന്ന ആളാണ് എന്ന്. അന്നും അത് അല്ല, അന്ന് വെച്ചാലേ നമ്മളെ പിന്നെ നമ്മുടെ കാര്യങ്ങൾ നോക്കാൻ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. ഉള്ള കാര്യങ്ങൾ മുഖത്ത് നോക്കി പറയും. അല്ല, പറഞ്ഞേ പറ്റും. ഇപ്പം നമ്മുടെ ഒരു വീട്ടിലൊരു സർവൻ്റ് ആയി തന്നെ ദേഷ്യത്തിലല്ല,
കാര്യം പറഞ്ഞ് മനസ്സിലാക്കും. അത് പറയാതിരിക്കാൻ പറ്റൂല. പറയേണ്ട കാര്യം പിന്നെ രാത്രി കിടന്ന് വിചാരിച്ചേ അത് പറയണ്ടായിരുന്നല്ലോ. വേറൊരു വലിയ ഇതുണ്ട് കേട്ടോ. ചില വ്യക്തികളെ നമുക്കറിയാം. ചിലർ നമ്മളെ മനഃപൂർവ്വം ഇറിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കും, ചിലർ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, അങ്ങനെ ഒരു വ്യക്തിയെടുത്ത് അങ്ങനെ പോകുമോ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടെങ്കിൽ നേരത്തെ തന്നെ അവർ ചോദിക്കാവുന്ന ചോദ്യങ്ങൾ നമ്മളൊന്ന് ആലോചിക്കും. അതിനെ പ്ലാൻ ചെയ്യുക. അതിൻ്റെ മറുപടി എന്ത് പറയണമെന്ന് പ്ലാൻ ചെയ്ത് വെക്കുക. ഇതൊക്കെ പ്ലാൻ ചെയ്ത് വെക്കും. ചിലപ്പോൾ അവർ ചോദിക്കത്തുമില്ല. മനസ്സിലായില്ലേ? പക്ഷെ എന്നാലും പ്ലാനിങ്ങാ. ഇപ്പോഴും ഉണ്ടോ? ഇപ്പോഴും ഉണ്ട് പ്ലാനിങ്. അവിടെ ചെല്ലുമ്പോൾ എൻ്റെ അടുത്ത് എങ്ങനെയൊക്കെ ആയിരിക്കും സംഭവിക്കുന്നത് വെച്ചു കൊടുക്കണമെന്ന്. പക്ഷെ ഇപ്പൊ ഒന്നുമില്ല അങ്ങനെ. ഇപ്പം വളരെ കാര്യമായിട്ട്. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ, ചിലർ പറയല്ലേ ഇപ്പം പിന്നെ പ്രായമായ ആർട്ടിസ്റ്റുകളോട് ബഹുമാനമില്ല പുതിയ തലമുറയ്ക്ക്, അവരെ കെയർ ചെയ്യത്തില്ല. ഇപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവർ ചിന്തിക്കുന്നത് എന്താണെന്നറിയോ, നമ്മൾ കുറച്ച് പ്രായമായി ഇരിക്കുന്ന ഒരു ആർട്ടിസ്റ്റ്, സീനിയർ ആർട്ടിസ്റ്റ്, അവരിങ്ങോട്ട് വന്ന് നമ്മൾ മിണ്ടിയില്ലെങ്കിലോ? അതാണ് അവർ ചിന്തിക്കുന്നതെങ്കിലോ? ചിന്തിക്കാമല്ലോ. അപ്പം ഞാനെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ അവരോട് പോയി മിണ്ടുമല്ലോ. അവരോട് പോയി സംസാരിക്കുമ്പോൾ അവർ ഫ്രീ ആയി. അപ്പോൾ അവരെന്നോട് പറയുന്നുണ്ട്, ഞങ്ങൾ വിചാരിച്ചു അല്ല പിന്നെ അമ്മയൊക്കെ ഭയങ്കര സീനിയർ അല്ലേ, അപ്പോൾ നമ്മൾ ഒന്ന് സംസാരിക്കുമ്പോൾ എല്ലാം മിണ്ടുവോ? ആകണ്ടോ? അപ്പം നമ്മൾ അങ്ങോട്ട് പോയി സംസാരിച്ച് കഴിയുമ്പോൾ ഒന്നുമില്ല. ഞാനിപ്പോൾ അഭിനയിക്കുന്ന എൻ്റെ സീരിയലിലുള്ള പെൺകുട്ടികളൊക്കെ ഒരുപാട് പേരുണ്ട്, ചെറുപ്പക്കാരൊക്കെ ഉണ്ട്. അവരുമായിട്ട് വളരെ സൗഹൃദത്തിലാണ്. ഞാൻ അമ്മയുടെ മരുമകളായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. അറിയാമല്ലോ. ഞാനൊന്നും ഉണ്ടായിരുന്നിട്ടുണ്ടോ? അയ്യോ, എന്തൊക്കെ കഥകൾ പറഞ്ഞിരുന്നറിയോ? 10 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു 100 കഥ പറഞ്ഞിരുന്നു. നേരുണ്ടാവുള്ളൂ. അല്ല, ഒരു സീനിയറാണെന്ന് പറയുന്നത് നമ്മളൊരു മുറിക്കകത്ത് കയറി അടച്ചിരുന്നിട്ട് എന്ത് കാര്യമാണ്? എനിക്കത് പറ്റുകയില്ല. കാരണം എല്ലാവരുമായിട്ട് നമ്മൾ സംസാരിച്ച് ഒരു ജോളിയായിട്ടിരിക്കുക. ജീവിതം എന്ന് പറഞ്ഞാൽ കുറച്ച് നാളേ ഉള്ളൂ. അതെന്തിനിങ്ങനെ നശിപ്പിക്കുന്നത് അല്ലേ? അതെ. ഞാൻ ആരുമായിട്ടും ഈ ഫീൽഡിലുള്ള ആരുമായിട്ടും ഒരു പ്രശ്നവുമില്ല. അല്ല, ഇത് ഫീൽഡിനകത്ത് പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അമ്മ ഭാഗ്യവതിയാണ്, അമ്മയ്ക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത്. പക്ഷെ ഇപ്പം ലളിത ചേച്ചി നമ്മളെ വിട്ടുപോയി. ഞാനിപ്പോൾ ചോദിക്കാൻ പോകുന്ന ആർട്ടിസ്റ്റും നമ്മളെയൊക്കെ വിട്ടുപോയ ആളാണ്. അപ്പം എഴുതിയിട്ടുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് ലൈഫിൽ. കാരണം കൂടെ അഭിനയിക്കുന്ന സീനിയർ ആയിട്ടുള്ള വ്യക്തികളിൽ നിന്ന് നേരിടേണ്ടി വന്ന പേഴ്സണൽ ആയിട്ടുള്ള അനുഭവങ്ങൾ. അമ്മയ്ക്ക് അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടേ ഇല്ല. ഇപ്പൊ KVC ചേച്ചി, ലളിത ചേച്ചി പറയുന്ന പോലത്തുള്ള പ്രശ്നങ്ങളൊന്നും? ലളിത ചേച്ചി പറയുന്ന പോലെ പ്രശ്നങ്ങളൊന്നും എനിക്കുണ്ടായിട്ടില്ല. പിന്നെ ഞാൻ രണ്ടാമത് തിരിച്ചു വന്നപ്പം ഈ ലളിത ചേച്ചിക്ക് കുറച്ചൊരു ഇതുണ്ടായിരുന്നു. ആ സ്ഥാനം മറ്റോ ഞാൻ കയ്യേറുമെന്ന്. അല്ല, ഞാൻ ആ വിനോദയാത്രയിലൊക്കെ അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ, അതുവരെ മദ്രാസിലൊക്കെ ഉണ്ടായിരുന്ന ഭയങ്കര തമാശ. ഇപ്പോൾ അവർ മരിച്ചു, അവരെ പറ്റി കുറ്റം പറയില്ല. അത് എന്തോ ഒരു ചെറിയത്. പിന്നെ ഞാൻ പറഞ്ഞു, ലളിത ചേച്ചി പേടിക്കണ്ട, ഞാൻ നിങ്ങളുടെ സാധനം ഒന്നും തട്ടിയെടുക്കാൻ പോകുന്നില്ല. ഈ പറഞ്ഞ നേരത്തെ ചോദിച്ചൊരു സംഭവം തന്നെയാണ്. അതായത് ഈ ഒരു ഒരേ കാറ്റഗറിയിൽ ചെയ്യുന്ന ആൾക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ജലസി ഉണ്ടാവുക, അല്ലെങ്കിൽ എൻ്റെ അവസരം നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള പേടിയിൽ ചെയ്തു പോകുന്ന ചില കാര്യങ്ങൾ. അതെ, അതൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ കൂടുതൽ കെയർ ചെയ്യാൻ നടന്നാൽ പിന്നെ നമ്മൾ വെറുതെ എന്തിനാ മാനസികമായിട്ട്? നമുക്കുള്ളത് ഈശ്വരൻ നിശ്ചയിച്ചിട്ടുണ്ട് ഓരോരുത്തർക്കും എന്താണെന്ന്. അത് നമുക്ക് തന്നെ കിട്ടും. ഈ പറഞ്ഞ പോലെ ഭീഷ്മപർവത്തിലെ ക്യാരക്ടർ അമ്മ ചെയ്യാനിരുന്നതാണ്. പക്ഷെ ആ സീരിയലിൻ്റെ എന്ന് വെച്ചാൽ നമുക്കിപ്പം പിന്നെ സീരിയൽ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ അതൊരു നിശ്ചിതമായിട്ട് കറക്റ്റ് ടൈം ടേബിൾ. അതിൻ്റെ സിനിമ അങ്ങനെയല്ല. സിനിമ ചിലപ്പോൾ ഇന്ന് നമ്മുടെ ഡേറ്റ് വാങ്ങി ചിലപ്പോൾ മാറിപ്പോവാം. അപ്പോൾ ഇവർ അഡ്ജസ്റ്റ് ചെയ്യാൻ പോകാനൊക്കെ വരില്ല. അപ്പോൾ പിന്നെ നമ്മൾ കാരണം ഒരു സീരിയലിന് ബുദ്ധിമുട്ട് വരാമെന്ന് വെച്ചാൽ അത് വലിയ വിഷമമാണ്. ഞാൻ വേണ്ടെന്ന് വെച്ചു. ഇപ്പോഴത്തെ അവസ്ഥയിൽ അമ്മയ്ക്ക് സീരിയലാണോ സിനിമയാണോ കൂടുതൽ കംഫർട്ടബിൾ? കാരണം ഞാൻ സീരിയലിനെ ഒരിക്കലും കുറ്റം പറയത്തില്ല. കാരണം അല്ല, എന്താ വെച്ചാൽ അന്ന് പണ്ട് എൻ്റെ സിനിമ കണ്ടിരുന്ന പലരും, ഇപ്പം പറഞ്ഞില്ലേ അമ്മയുടെ കാര്യം പറഞ്ഞില്ലേ, അമ്മ കാണുമായിരുന്നു. ആ അമ്മമാർ തന്നെ എൻ്റെ സീരിയൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ എവിടെ ചെന്നാലും കുറേ ആൾക്കാർ നമ്മളെ സ്നേഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പിന്നെ ഈ സീരിയൽ കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ അമ്പലങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരുപാട് സ്ഥലത്ത് ഈ വിളക്കുകൊളുത്തൽ, ഈ പൊങ്കാല എന്നൊക്കെ പറയുന്ന വെച്ച് നമ്മൾ പോകാറുണ്ട്. അപ്പം അത് ഒരു പ്ലസ് പോയിന്റാണ്. അതെ അതെ. അപ്പോൾ അവരെല്ലാവരും കാണാൻ പറ്റുന്നു അങ്ങനെ. അപ്പം പക്ഷേ കംഫർട്ടബിൾ എന്ന് പറഞ്ഞാൽ ഇതിപ്പം സിനിമയാണ്. കാരണം പണ്ടത്തെ പോലെ മേക്കപ്പ് വേണ്ട, നമുക്ക് ഒരുപാട് റിലാക്സ് ചെയ്ത് അഭിനയിക്കാം. ഒരു ദിവസം 2 സീനൊക്കെ ഉള്ളൂ. സീരിയൽ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 10 സീനാണ്. പിന്നെ കയ്യിൽ നിന്ന് ഡ്രസ്സ് വാങ്ങിക്കണം. ഇത് പൊതുജനം അറിയുന്നില്ലല്ലോ. അവരുടെയൊക്കെ വിചാരം എന്താ പറയുക, പ്രൊഡ്യൂസർ വാങ്ങിച്ചതായോ.
സീരിയലിലെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ആ കഥാപാത്രത്തിന് വേണ്ടി സ്വന്തമായി വസ്ത്രങ്ങൾ വാങ്ങിക്കണം. കൊണ്ടുവരാന്നുള്ളത് തന്നെയാണ്. എത്ര സാരി ഉണ്ടാവും അമ്മയുടെ കയ്യിൽ? അയ്യോ ഒന്നും പറയല്ലേ, അലമാരിയൊക്കെ നിറഞ്ഞ് വേറെ വേറെ അലമാരികൾ വാങ്ങിച്ചു കൊടുക്കും. ഒരു സോഫയിൽ നിറച്ചൊക്കെ വെച്ചിരിക്കുക. ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു 2-3 വർഷം അങ്ങനെ ആകുമ്പോഴത്തേക്ക് ഞാൻ കുറേ അങ്ങോട്ട് പോയല്ലോ അനാഥ മന്ദിരത്തിലോ കൊടുക്കും. ആണ് കൊടുക്കും. പിന്നെ ചില സാരി നമ്മൾ ഒരു 4 ദിവസം 4 വർഷം മുമ്പുള്ളത് പിന്നെ ഒരു 4 വർഷം കഴിഞ്ഞുള്ളതിൽ കൊടുക്കും. റിപ്പീറ്റ് ചെയ്യും. ഞാനൊരു സീരിയലിൽ 1500 എപ്പിസോഡ് സീരിയൽ ഇപ്പം 4 വർഷത്തോടെ ഒന്ന് ആലോചിച്ച് നോക്കി, 4-5 വർഷമേ. ആ സീരിയൽ ഞാൻ എന്താണെന്ന് വെച്ചാൽ സെറ്റും ഉണ്ടാവും, കറുത്ത മുത്ത് സ്പെഷ്യൽ. അപ്പം ആദ്യത്തെ ഒരു സ്റ്റേജ് കഴിഞ്ഞ് കുറച്ചുകൂടെ പ്രായമാകുന്ന ഞാൻ ആലോചിച്ചു ഈ ആദ്യത്തെ സ്റ്റേജിലുള്ള പിന്നെ കൊടുക്കരുതെന്നല്ലേ. ഒരു ഐഡിയ ആലോചിച്ചു എന്ത് ചെയ്യണ്ട, ഇതെല്ലാം കൂടെ എന്ത് ചെയ്യും. എനിക്ക് തോന്നിയ ഒരു ഐഡിയ, ഞാൻ ഈ കലങ്കാരി തുണിയില്ലേ അതിന് വളരെ വില കുറവാണ്. അപ്പം ഈ സെറ്റ് മുണ്ടൻ്റെ ഈ ബോർഡ് ഈ വരുന്ന ഭാഗത്തെല്ലാം ആ കലങ്കാരി നല്ല വീതി വെച്ചും കടിച്ചു. ആ കലങ്കാരി കൊണ്ട് ഒരു ബ്ലൗസ് ഉണ്ടാക്കി. അത് ഭയങ്കര ഇതായിപ്പോ വൈറലായി. ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല. എന്നിട്ട് എന്നെ ഓരോരുത്തരും ഞാൻ ഓരോ അമ്പലങ്ങളിൽ പോകുമ്പോൾ ചോദിക്കുക, ഇത്രയും വലിയ വീതിയിലുള്ളത് ഞങ്ങൾ അന്വേഷിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. അപ്പൊ ഞാൻ പറയും അത് ഒരു വേറെ സ്ഥലത്തൊന്ന് ചെയ്യിക്കുന്ന. അങ്ങനെ അങ്ങനെ ഐഡിയ ഒക്കെ വെച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇത്രയും നേരം അഭിനയത്തിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സിനിമയിലേക്ക് വഴി തെളിച്ചത് ശരിക്കും പറഞ്ഞാൽ പാട്ടാണ് അല്ലേ? പാട്ടല്ല, അല്ല സിനിമയിലെ വഴി തെളിച്ചെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ അച്ഛൻ്റെ സഹോദരി പണ്ട് സിനിമ അഭിനയിച്ചിട്ടുണ്ട്, പ്രൈം മിനിസ്റ്ററിൻ്റെ നായികയൊക്കെ ആയിട്ട്, കുമാരി തങ്കം. ഹസ്ബൻഡ് സിനിമ എടുത്തിരുന്നു, വയലുത്തമ്പി തിളവ, ഉമ്മണിത്തങ്ക. ഹസ്ബൻഡ് ഈ ലളിതാ പത്മിനി രാഗിണിമാരുടെ വല്യമ്മയുടെ മകൻ PK സത്യപാലൻ. അപ്പൊ അവരൊരു സിനിമ എടുക്കുന്നതിലാണ് എന്നെ വിളിച്ചത്. അതിൽ അഭിനയിക്കാൻ തന്നെയാണ് അത്. അപ്പൊ ഞാൻ KPSC അഭിനയിക്കുക. അപ്പൊ KPSC അഭിനയിക്കുന്ന സമയത്ത് പാട്ടും കൂടി വേണമെന്നാണ്. പാട്ട് പാടാനാണ് ആദ്യം KPSC. അതാ ഞാൻ ചോദിച്ചത് ആക്ച്വലി, അത് തുടക്കം. അപ്പൊ ഞാൻ SSLC പഠിച്ചോണ്ടിരിക്കുക. അപ്പോൾ അതുപോലെ യുവജനോത്സവത്തിൽ എനിക്ക് 2 പ്രാവശ്യം സ്റ്റേറ്റ് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട് ലൈവ് മ്യൂസിക്കിന്. അങ്ങനെ ഏതോ ഒരു പേപ്പറിൽ കണ്ടാൽ അവർ പാടാൻ വേണ്ടി വിളിക്കുന്നു. പിന്നെ അവർ കായംകുളത്തായിരുന്നു അവരുടെ ഓഫീസ്. അപ്പം 10th അങ്ങോട്ട് ആയിട്ടേ ഉള്ളൂ. അപ്പോൾ അവരെന്നോട് പറഞ്ഞു ഇവിടുന്ന് സ്കൂളിൽ പോകാമെന്ന്. അപ്പം നമുക്ക് ഈ നാടകം ദിവസം ഉണ്ടാകുന്ന വലിയ വിവരമൊന്നുമില്ല. എൻ്റെ അമ്മയൊക്കെ ഒരുപാട് പേരെ കൊണ്ട് പറഞ്ഞ് സ്വാധീനിച്ചൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞാണ് വിട്ടത്. തോപ്പിൽ വാസിയേട്ടനൊക്കെ ഓക്കെ എന്ന് പറഞ്ഞു കൊടുക്കുക. എന്തു പറ്റി, നാടകം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ദിവസം നാടകമായി, എൻ്റെ പഠിത്തവും പോയി. പിന്നെ സ്കൂളിൽ പോകാൻ പറ്റില്ല. ഈ ഒരു വലിയ കമ്മിറ്റ്മെന്റ് ആണെന്നുള്ളത് അതൊരു വലിയ ഇതായിരുന്നു. പക്ഷെ നാടകം നമുക്കൊരു അന്നത്തെ കാലത്ത് നമുക്ക് ഒരു നല്ല ഇതായിരുന്നു. അത് അല്ല, ഇന്നും KPSC നിന്നും വന്നിരിക്കുന്ന ഇപ്പം ഇന്നത്തെ തലമുറയ്ക്ക് വേറെ നാടക കമ്പനികൾ അറിയുമെന്ന് ചോദിച്ചാൽ സംശയമാണ്. പക്ഷെ KPSC ചെറിയ കുട്ടിക്ക് വരെ അറിയാം. അത്രയും ആ ഒരു ഉണ്ടാക്കിയ പേര് ഇപ്പോഴും ഉണ്ട്. തലമുറകൾ മാറി മാറി വരുന്നുണ്ടെങ്കിലും KPSC എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ബെസ്റ്റ് തന്നെയാണ്. ഞാൻ അന്ന് അവിടെ ചെല്ലുമ്പോൾ ലളിത ചേച്ചിയാ നായിക. ഇപ്പൊ ലളിത ചേച്ചിയായിരുന്നു എന്നെ കൊണ്ടുനടന്നിരുന്നതൊക്കെ. ഞാൻ 2 വർഷം അഭിനയിച്ചുള്ളൂ. അങ്ങനെ അഭിനയിച്ചുകൊണ്ടിരുന്ന കാലത്താണ് ഇവരിങ്ങനെ മദ്രാസിലോട്ട് വിളിക്കുന്നത്. അപ്പം എനിക്ക് സിനിമ താല്പര്യമില്ലായിരുന്നു. പിന്നെ അമ്മയൊക്കെ നിർബന്ധിച്ച കാരണം പിന്നെ എന്നാ പോയി നോക്കാം, അങ്ങനെ പോയതാ. കോമഡി ചെയ്തതാൽ കംഫർട്ടബിൾ ആയി. അന്ന് ഞാൻ പഴയ സിനിമകൾ ഒരുപാട് കാണുന്ന ഒരാളായിരുന്നു. അപ്പൊ എനിക്ക് അമ്മയുടെ ഒരുപാട് സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്, TV യിൽ വരുന്ന എല്ലാ പഴയ സിനിമയും. അന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ നായകന്മാരൊക്കെ വളരെ പാവങ്ങളായിരിക്കും, ഭയങ്കര ഇതായിരിക്കും. അമ്മ ഭയങ്കര ബോൾഡ് ആയിട്ടുള്ള കോമഡി എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ചാടി ചാടി നിൽക്കുന്നത് എന്നുള്ളത്, വളരെ ഇരുന്ന് ഡയലോഗ് പറയുക എന്നുള്ളതല്ല, ആക്റ്റീവ് ആയിരുന്നു. അതേപോലെ തന്നെ സൂപ്പർ ഡാൻസ്. ഇന്നത്തെ നായകന്മാരുടെയൊക്കെ ഡാൻസ് ഒക്കെ എവിടെ ഇരിക്കുന്നു? ഞാൻ പഠിച്ചിട്ടില്ല ഡാൻസ് മാസ്റ്റർ കാണിച്ചു തരുന്നു, നമ്മളങ്ങ് ചെയ്യുന്നു. അതും ഈ വെസ്റ്റേൺ സ്റ്റൈലൊക്കെ എന്തോരം ചെയ്തിരിക്കുന്നു അല്ലേ? അത് ആ ഒരു ഡാൻസ്. ഇന്നത്തെ കാലത്ത് ഡാൻസിന് ഒരുപാട് സ്കോപ്പ് ഉണ്ട്. അന്നത്തെ കാലത്ത് ഡാൻസ് തുടങ്ങിയിട്ടേ ഉള്ളൂ അല്ലേ? അപ്പം ആ ഒരു ഡാൻസ് ഒക്കെ കളിക്കുന്ന സമയത്ത് ഭയങ്കര ചമ്മല നാണൊക്കെ ഉണ്ടായിരുന്നാണോ? ഇല്ല, മടിയൊക്കെ ഉണ്ടായിരുന്നോ? അങ്ങനൊന്നുമില്ല, ഇഷ്ടമായിരുന്നു അതൊക്കെ. പിന്നെ അങ്ങനെ എന്താ അറിയോ, പിന്നെ ബാസിയേട്ടൻ കുറെ പറഞ്ഞു തന്നിട്ടുണ്ട്, അങ്ങനെ മടിച്ചു മാറി എന്താ പിന്നെ നിങ്ങളെ വിളിക്കത്തില്ല, അങ്ങനെ മാറി നിൽക്കരുത്, എനിക്കെല്ലാം അറിയാം എന്നുള്ള മറ്റുള്ളവർ വിചാരിക്കണം, അങ്ങനെയൊക്കെ കുറച്ച് ഉപദേശങ്ങൾ തന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ധൈര്യമായിട്ട് അത് സ്റ്റണ്ട് ചെയ്തിട്ടില്ലേ എത്രയോ സിനിമകള്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ജോഷി ഡയറക്ടർ എന്നൊരു ജോഷി അന്ന് അസോസിയേറ്റ് ആയിരുന്നു. ഒരു സിനിമയിൽ സ്റ്റണ്ട് ചെയ്തിട്ട് എൻ്റെ കാല് ഭയങ്കരമായിട്ട് വേദനയെടുത്ത് നീരൊക്കെ വന്നു.
അങ്ങനെ എനിക്കൊരു കച്ചേരിക്ക് ഞാൻ അതിൻ്റെ പിറ്റേ ദിവസം എനിക്ക് പണി എനിക്ക് കാല് വയ്യ. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് പിന്നെ കസേരയിൽ നിന്ന് കച്ചേരി നടത്തി. ഞാൻ നാളെ കൂടെ ജോഷിയോട് പറഞ്ഞു. അപ്പോൾ ജോഷി ആ സീനൊക്കെ ഡയറക്റ്റ് ചെയ്തു തന്നു.